ഇതേതാ സ്ഥലം? എന്ത് തമിഴ്നാടോ? തിരിയല്ലോ. എന്നാ കേട്ടോ, ഈ കഥ ഇവിടെ ഇന്നല്ലാട്ടോ, അങ്ങ് ദൂരെയുള്ള കഥ കേട്ടോ. പക്ഷേ നമ്മുടെ ശ്രദ്ധകളിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഥ. നിറയാണല്ലോ. എന്താ എന്റെ കൂത്തുകാണാൻ വന്നിരിക്കുവാണോ? അല്ല, കൂത്തുള്ളതെന്ന് മനസ്സിലായോ? കഥയാണ് ഉദ്ദേശിച്ചത്. വിശുദ്ധ ബൈബിളിൽ നിന്നൊരു കഥ, നല്ല സമയക്കാരന്റെ കഥ. പണ്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളി വിജയിപ്പി അല്ലാട്ടോ, ഇൻഫ്ലുവൻസറും അല്ലാട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും അല്ലാട്ടോ, ഒരു സാധാരണക്കാരൻ, ഒരു യാത്രികൻ. അല്ല, ഈ യാത്ര എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ട്രാവൽ ലോകമൊന്നും അല്ലാണ്. അല്ലാട്ടോ, ട്രാവൽ ലോകമൊന്നും അല്ലാട്ടോ. ആ ഫോൺ പിടിച്ചിരിക്കുന്ന ചെന്ന കണ്ടോ, പിങ്കൻ. ആ ചെന്ന കണ്ടാലേ പറയല്ലേ യാത്ര ഇഷ്ടം എന്താന്ന്. അല്ലേ കേട്ടോ, യാത്ര ഇഷ്ടമല്ലേ? അതെ. പക്ഷേ ചേട്ടാ, ഈ യാത്ര ഇച്ചിരി കഠിന വരുന്നു കേട്ടോ. കള്ളന്മാരും കൊള്ളക്കാരും നിറഞ്ഞ ഒരു വഴി. അല്ല, ഈ വഴി ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ ജെറൂസലേമിൽ നിന്നും ജെറിക്കോട്ടുള്ള വഴിയേ. ഓ, ആ വഴി അങ്ങ് ആരും പോയിരുന്നില്ല. അത്രയ്ക്കും ഭയാനകമായ ഒരു വഴി. ആ ചേട്ടനെ വഴിയിലായിരുന്നു കേട്ടോ. ആ ചേട്ടൻ ആദ്യം വഴിയിൽ പൊക്കോണ്ടിട്ടോ. ഏകദേശം വഴിയുടെ മധ്യഭാഗത്ത് എത്തിയെന്ന് തോന്നുന്നു. എന്ത് പറ്റി ഇവിടെ? ഇവിടെ നിൽക്കൂ. മധ്യഭാഗത്ത് പെട്ടെന്ന് രണ്ട് കള്ളന്മാരും കൊള്ളക്കാരും വന്ന് ആ ചേട്ടനെ അടിച്ച് കേട്ടോ. പാവൻ ചേട്ടൻ ഇലകാൻ പറ്റില്ല കേട്ടോ. ഒറ്റയ്ക്കായിരുന്നു, തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ചേട്ടൻ വഴിയില സൈഡ് തൊടാൻ മാറ്റിയിട്ടു. കുറെ നേരം കഴിയുമ്പോൾ അവിടുന്ന് വരുന്നത് ആരാണ്? അങ്ങോട്ട് വ്യക്തമാവുന്നില്ലല്ലോ. അത് ആരാണ്? ഒരു പുരോഹിതല്ലേ? അല്ല, ഇത് നമ്മുടെ വിദ്യാഭ്യാസമല്ലോ ആണോ? വേറെ ആരാണ്ട് കേട്ടോ. ആ പുരോഹിതൻ വരുന്നു കേട്ടോ. വരുന്നു, ഇടത്തേക്ക് നോക്കുന്നു, വലത്തേക്ക് നോക്കുന്നു, വലത്തൂടെ കടന്നു കളഞ്ഞു കേട്ടോ. അയ്യോടാ, ഈ പുരോഹിതൻ കടന്നു കളഞ്ഞത് അങ്ങനൊന്നും പറയല്ലോ കേട്ടോ. ഒരു പുരോഹിതല്ലേ, തിരക്കുണ്ടാകും, അതുകൊണ്ടായിരിക്കും കടന്നു കളഞ്ഞത്. കുറെ നേരം കഴിഞ്ഞു, വേറൊരാൾ വരുന്നു. അതാരാ? മനസ്സിലായോ? 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 ഒരു ലേവ്യൻ. അതാരാണ് എനിക്കറിയാമോ? ലേവ്യൻ. നമ്മുടെ പള്ളിയിലില്ലേ ഒരു ചേട്ടൻ, കപ്പ്യാരേട്ടൻ. കപ്പ്യാരേട്ടൻ പോലും ഒരാള് അദ്ദേഹം വരുന്നു. മനസ്സിലാട്ടോ, പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാം പറയാമോ? ടൈം ടോള്. ഇച്ചിരി കണ്ണുള്ള മനസ്സിലാണോ ഞാനും കഴിഞ്ഞത്. പുള്ളി വരുന്നു, ഇടത്തേക്ക് നോക്കുന്നു, വലത്തേക്ക് നോക്കുന്നു, മറു വശത്തൂടെ കിടന്നു കളഞ്ഞു. ഇദ്ദേഹം കിടന്നു കളഞ്ഞു. ഇവിടെ പോയാലും ഇല്ലല്ല കേട്ടോ. ഇൻസ്റ്റഗ്രാം പോയാലും മാത്രമേ ഉള്ളൂ വരുന്ന, പ്രവൃത്തിയിലില്ല. ഇങ്ങനെ നമ്മള് രക്ഷിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദാ വരുന്നു. അതാരാ? അതാരാ? ആരാന്ന് മനസ്സിലായില്ല? ഒരു സമരിയാക്കാരൻ. സമരിയാക്കാരെ പറ്റി അറിയാമോ? സമരിയാക്കാരും യഹൂദരും ഈ പ്രശ്നമാട്ടോ ഒരു അത്ര രസത്തിലല്ല. ഈ സമരിയാക്കാരൻ പൊക്കളഞ്ഞോ? പൊക്കളഞ്ഞോ? ഇല്ലാട്ടോ, പൊക്കളഞ്ഞില്ല. പകരം കരപ്പുറത്ത് ഇറങ്ങുന്നു. എന്നിട്ട് ചോദിച്ചോ, ജാതി ഏതാ, മതമേതാ, താരമേതാ? ഇല്ലാട്ടോ, ഒന്നും ചോദിച്ചില്ല. പുള്ളിക്കാരൻ കണ്ടത് മനുഷ്യൻ. എന്നിട്ട് പുള്ളിക്കാരന്റെ മുകളിൽ എണ്ണയും വീരും ഒഴിച്ച് കെട്ടുന്നു. പൊന്നു കൊച്ച്, പണ്ടത്തെ ചികിത്സാ രീതി കേട്ടോ. ഈറ്റാ തീർക്കാത്ത വിചാരം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെ കേട്ടോ. എന്നിട്ട് അല്ല, ഈ
മെഡിസിൻ കൊടുക്കാൻ ഈ സമരക്കാരെന്താ ഡോക്ടറാണോ, നേഴ്സാണോ, ആശുപത്രി കമ്പൗണ്ടറെങ്കിലും ആണോ? അല്ലാട്ടോ, ഒന്നും അല്ലാട്ടോ, ഒരു സാധാരണക്കാരെ മനസ്സിലാട്ടോ. കുറച്ച് ചികിത്സാ രീതികളൊക്കെ അറിയാവുന്നൊരു മനുഷ്യൻ. അദ്ദേഹം കുറികളൊക്കെ കെട്ടിക്കേണ്ടി അവിടെ പോയില്ലാട്ടോ. അദ്ദേഹത്തെ എടുത്ത് നമ്മുടെ കരുതപ്പുറത്ത് വെച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് യാത്രയായി. അങ്ങോട്ടൊരു വീട്ടിൽ കൊണ്ട് ആക്കി. വീടല്ലാട്ടോ, സത്രം, സബ്സിഡി കൊണ്ട് ആക്കി. എന്നിട്ട് ഡീൽ നടത്തി. ഡീലെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പലരും തിരിയുന്നുണ്ട്, പലരും കൊച്ചില്ലാട്ടോ ഡീൽ വയ്ക്കുന്നത്. അങ്ങനത്തെ ഡീലൊന്നുമില്ല കേട്ടോ. ചിന്തിക്കുമ്പോൾ ചിന്തിക്കണം. എന്നിട്ട് ഇനി ആവശ്യമായ മരുന്നുകളും പൈസകളും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞ് അദ്ദേഹം യാത്രയായി. അല്ല, ഇത് ചാറ്റാർക്ക് ഒരു ചോദ്യം ചോദിക്കാമല്ലോ. ഇത്ര നേരം നിങ്ങൾ തൂച്ച് കേട്ടോണ്ടിരിക്കുമല്ലായിരുന്നോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ പ്രവർത്തിക്കുന്നവനാണോ യഥാർത്ഥ ആൾക്കാരൻ, അതോ പറയുന്നവനോ? വേണ്ട കേട്ടോ, നിങ്ങൾ ആലോചിച്ച് കഷ്ടപ്പെടണ്ട. ചാക്കാരെ തന്നെ മറുപടി പറയാം. ഈ നാശ മൈക്ക് അടങ്ങിയിരിക്കില്ല. ചാക്കാരെ തന്നെ മറുപടി പറയാട്ടോ. പ്രവർത്തിക്കുന്നവൻ സ്നേഹം ത്യാഗമാണ്, ത്യാഗമാണ് സ്നേഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രോതാക്കളെ നന്ദി.